ആറ്റിങ്ങൽ ജ്വാല കവിതകൾ സാഹിത്യവേദിയുടെ വാർഷികാഘോഷമായ ജ്വാലാമൃതം 2024 മുന്നോടിയായുള്ള വാർത്താ സമ്മേളനം ആറ്റിങ്ങൽ എലഗൻസ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിൽ വെച്ച് നടന്നു. ജ്വാലയുടെ ആഭിമുഖ്യത്തിൽ 2024 ജൂലൈ 27 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ജ്വാലാമൃതം 2024 സാംസ്കാരിക സമ്മേളനവും ജ്വാല ഈ വർഷം ഏർപ്പെടുത്തിയിരിക്കുന്ന കലാസാഹിത്യ പരിസ്ഥിതി പുരസ്കാരങ്ങളുടെ വിതരണവും നടക്കും. സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തുള്ള ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള അറിയപ്പെടാത്ത വ്യക്തികളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി 2020 ഏപ്രിൽ മാസം 10-ാം തീയതി ആറ്റിങ്ങൽ ആസ്ഥാനമാക്കിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച സാഹിത്യ സംഘടനയാണ് ജ്വാല കവിതകൾ സാഹിത്യ വേദി. പല അച്ചടി മാധ്യമങ്ങളും പുതിയ എഴുത്തുകാർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അവരുടെ ഏക ആശ്രയ നവമാധ്യമങ്ങൾ ആയതുകൊണ്ട് ആ നിലയിൽ 2020 ഫെബ്രുവരി മാസം 4-ാം തീയതി ജ്വാല കവിതകൾ സാഹിത്യവേദി ഒരു നവമാധ്യമ FE ഗ്രൂപ്പ് രൂപീകരിച്ചു. അതിലിപ്പോൾ 3000-ലധികം അംഗങ്ങളുണ്ട്. അതിൽ വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ, ഓണം, വിഷു, റംദാൻ, ക്രിസ്മസ്, റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യദിനം, ഗാന്ധി ജയന്തി, ശ്രീകൃഷ്ണ ജയന്തി തുടങ്ങിയ പ്രമുഖമായിട്ടുള്ള രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതായാലും സാംസ്കാരികമായിട്ടുള്ള പ്രമുഖ ദിനങ്ങളിൽ എഴുത്തുകാരെ അണിചേർത്തുകൊണ്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അതിന് തനതായ പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്യുന്ന വർഷങ്ങളായിട്ട് ഈ 2020 മുതൽ കണ്ടിന്യൂസായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് 4ാമത്തെ അവാർഡ് പുരസ്കാര മഹാമഹമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ജ്വാല പ്രസിഡന്റ് വി സന്ദീപ് വാസുദേവൻ അധ്യക്ഷത വഹിക്കുന്ന ജ്വാലാമൃതം 2024 സാംസ്കാരിക സമ്മേളനം ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ ഇത്തവണ നമ്മൾ കുറച്ച് അവാർഡുകൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇപ്പോൾ അവാർഡുകളിൽ നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മളൊരു കൂടുതലായിട്ട് പ്രൊഫഷണലായിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇത്തവണ ഒരു അവാർഡ് കൊടുക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് ശ്രീ UK കുമാരൻ സർ അവർകൾക്കാണ്. അദ്ദേഹത്തിൻ്റെ തക്ഷൻകുന്ന് സ്വരൂപം എന്ന പുസ്തകത്തിനാണ് നമ്മുടെ ജ്വാല CV രാമൻപിള്ള പുരസ്കാരം നമ്മൾ പ്രഖ്യാപിക്കുന്നത്, സാഹിത്യ പുരസ്കാരം. ഒപ്പം തന്നെ ഡോക്ടർ V സുനിൽരാജ് സാറിനാണ് 2ാമത്തെ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട കവിയാണ്, ഗാനരചയിതാവാണ്, സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹത്തിന് ജ്വാലയുടെ AR രാജരാജവർമ്മ പുരസ്കാരം അദ്ദേഹത്തിന് നൽകി ആദരിക്കുവാൻ ജ്വാല തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച കാഥികന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീ ഐലം ഉണ്ണികൃഷ്ണൻ സാറിന് ഈ കൊല്ലത്തെ ജ്വാല B സാംബശിവൻ പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. അടുത്തതായിട്ട് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനുള്ള പുരസ്കാരം ജ്വാല നൽകി ആദരിക്കുന്നത് ഡോക്ടർ സലീം അലി പരിസ്ഥിതി പുരസ്കാരം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ വാവ സുരേഷ് അവർകൾക്കാണ്. അതോടൊപ്പം തന്നെ പ്രശസ്ത കവിയും ജ്വാലയുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായിട്ടുള്ള ശ്രീ മനോജ് KC നിരവധി പുരസ്കാര ജേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ജ്വാല ഈ കൊല്ലം കാളിദാസ സാഹിത്യ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. സന്ദീപ് വാസുദേവൻ കവി, കഥാകാരൻ, നിരൂപകൻ. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ജ്വാല കാവാലം സ്മാരക പ്രതിഭ പുരസ്കാരമാണ്. അതോടൊപ്പം തന്നെ ശ്രീമതി അഞ്ജലി ജയപാൽ പ്രശസ്ത ചെറുകഥാകൃത്തും സാമൂഹ്യ പ്രവർത്തകയൊക്കെയാണ്. ശ്രീമതി അഞ്ജലി ജയപാലൻ ഇക്കൊല്ലം ജ്വാല ഉറൂബ് സാഹിത്യ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട മലയാളത്തിലെ ഒരു യുവ എഴുത്തുകാരനാണ് ശ്രീ മോഹൻദാസ് എവർഷൈൻ അവർകൾ, ചെറുകഥാകൃത്താണ്. അദ്ദേഹത്തിന് ഇക്കൊല്ലത്തെ ജ്വാല തകഴി സാഹിത്യ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കവിയും കഥാകൃത്തും മികവാർന്ന നിരൂപകൻ കൂടിയായ ശ്രീ മുഹമ്മദ് ലത്തീഫ് തൃശ്ശൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഇക്കൊല്ലം ജ്വാല ഇടശ്ശേരി സാഹിത്യ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ജ്വാലയുടെ പ്രിയപ്പെട്ട ഒരു കഥാകാരിയും കവയിത്രിയും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി ആതിര ഷാജി അവർക്ക് ഇത്തവണ NN കക്കാട് സ്മാരക പുരസ്കാരം നൽകി ആദരിക്കുകയാണ്.
ജ്വാല കവിതകൾ സാഹിത്യവേദിയുടെ പ്രതിനിധികളായ പ്രസിഡന്റ് വി സന്ദീപ് വാസുദേവൻ, അംബാസഡർ മനോജ് KC, സെക്രട്ടറി അഞ്ജലി ജയ്പാൽ, ജോയിന്റ് സെക്രട്ടറി ആതിര ഷാജി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഭാരത് വിഷൻ, ആറ്റിങ്ങൽ.